ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഭൂരിഭാഗം മനുഷ്യരും എന്തു ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഓരോ കാലത്തിലെയും മനുഷ്യരുടെ ജീവിത ശൈലി. അതിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ മറ്റുള്ളവർക്ക് ശത്രുക്കളായി മാറും. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരോടും സഹകരിക്കാൻ കഴിയും. എന്നാൽ അപ്പോൾ തന്നെ അവരിൽ നിന്നും വ്യത്യസ്തമായ ജീവിത ശൈലി അവലംബിക്കുന്നതിനാലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിനെ അറിയാതെ, ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നവർ മരണനിഴലിലാണ്. അവരെ വക്രതയും കോട്ടവുമുള്ള തലമുറ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഇടയിൽ അവരെപ്പോലെ ജീവിക്കാൻ കഴിയുകയില്ല. ദൈവിക ജീവൻ പ്രാപിച്ച നാം ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണം. പാപത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുകയും ജീവൻ്റെ പ്രവൃത്തികളെ പ്രമാണിക്കുകയും വേണം. അപ്പോൾ മറ്റുള്ളവർ പല കാര്യങ്ങളിലും എതിർത്താലും നാം ദൈവത്തിൻ്റെ പ്രകാശം ഉള്ളവരായിരിക്കും. ഭൂമിയിലെ നക്ഷത്രങ്ങൾ ആയിരിക്കും. ഇരുട്ടിൽ ജീവിക്കുന്നവർക്ക് വഴികാട്ടിയായിരിക്കും. ജീവൻ്റെ വചനം പ്രമാണിക്കുന്നവർ ഈ ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുകയും അവർ നിത്യതയിൽ ദൈവത്തിൽ നിന്ന് തേജസ്സേറിയ പ്രതിഫലം പ്രാപിച്ച് എന്നേക്കും പ്രകാശിക്കുകയും ചെയ്യും. പൗലോസ് അവരോട് സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചത് അനുസരിച്ചതിനാൽ അവർ പ്രതിഫലം പ്രാപിക്കുന്നത് കണ്ട് അന്നാളിൽ സന്തോഷിക്കും. അവർക്കായി അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഫലമുണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കും. നാം ജീവൻ്റെ വചനം പ്രമാണിക്കുന്നതിനാൽ നമ്മെ വചനം പഠിപ്പിച്ചവർക്ക് പ്രശംസയുണ്ടാകും. ഈ മനോഭാവത്തോടെ ജീവൻ്റെ വചനം പ്രമാണിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.